ഹലോ ഹലോ, ആ നമസ്കാരം. നമസ്കാരം. മനസ്സിലായ ശബ്ദം നല്ലൊരു പരിചയമുണ്ട്. എവിടുന്നോ നമ്മള് സംസാരിച്ച പോലെയോ? പണ്ട് കിളിപോയ കാരണവരുണ്ടായിരുന്നില്ല. ആ, കിളി തിരിച്ചു വന്നോ? കിളി തിരിച്ചു വന്നോ? അല്ല, എന്റെ കിളി എന്റെ കൂടെ ഉണ്ട്. അവള് പോയിട്ടില്ല, അപ്പോഴും ഉണ്ട്. അത് പോവില്ല. അതിന്റെ കിളി എന്ന് പറഞ്ഞത് എന്ത് കിളിയാണെങ്കിൽ പറയണത് എനിക്ക് ബോധം അന്നുണ്ട് ഇന്നുണ്ട്. ബോധമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ബോധമുണ്ട്. എനിക്ക് ബോധമുണ്ട് എന്ന് പറയണത് രീതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ രീതി എന്ന് പറയുന്നത് നല്ലത് ചെയ്യുമ്പോ ബോധമുള്ളവര് നല്ലത് ചെയ്യും. ബോധം കളയാൻ വേണ്ടി കണ്ടുപിടിക്കണ ബോധം കളയാനുണ്ട്. ഞാൻ കുടിക്കാറില്ല, അപ്പൊ അതുകൊണ്ട് എന്തിനാ ചെയ്യണമെന്ന് അല്ല, ഈ സൈനൈഡ് കഴിക്കണോ? സൈനൈഡ് എന്താന്ന് അറിയാനെങ്കിൽ എന്താ ഇത്രയും? അല്ല, എനിക്കറിയില്ല കള്ളു കുടിച്ചാലുള്ള ബോധക്കേടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയാത്ത കാര്യം നമുക്ക് അറിയില്ല. പിഞ്ചു പൈതലല്ലോ, ഒന്നും അറിയില്ലല്ലോ. എനിക്കറിയില്ല. അത് നമുക്കൊരു കാര്യത്തെ കുറിച്ച് കൃത്യമായി അറിയില്ലെങ്കിൽ ഒന്നും അറിയില്ല. പക്ഷെ ഈ മുസ്ലിങ്ങളെ മെക്കെട്ടാറാണ്. നിങ്ങളെ അല്ല, ഒരു സുഖല്ലേ മെക്കെട്ടാറിനല്ല? നമ്മളാരും മെക്കെട്ടാറില്ല. അല്ലല്ല, പിന്നെ അഭിപ്രായം പറയലാണെങ്കിൽ അതിലിപ്പോ ആരായാലും പറയും ചെയ്യും. അതിനകത്ത് അതല്ല, ഈ അഭിപ്രായം തന്നെയല്ലേ മെക്കെട്ടുകാരാന്ന് പറയണത്. ഈ മെക്കെട്ടുകാരാന്ന് പറയണത് ഈ അഭിപ്രായം പറയലെന്നെ. അഭിപ്രായം പറയല എങ്ങനെ മെക്കെട്ടാറിലാണ്? ആ മെക്കെട്ടാറില്ലെന്നെ. കാരണം വെച്ചാൽ മറ്റവനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയാ. ഇഷ്ടപ്പെടാത്ത കാര്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് നബി കൊണ്ടാൻ പാടില്ലല്ലോ അവിടെ. അല്ല, മുഹമ്മദ് നബി നല്ല കാര്യം പറഞ്ഞേ. പക്ഷെ മുഹമ്മദ് നബിയോട് ഇഷ്ടപ്പെടാത്ത കാര്യം മുണ്ടാൻ പാടില്ല എന്നാണെങ്കിൽ മുഹമ്മദ് നബി മുണ്ടരുതല്ലോ അവിടെ. അല്ല, മുഹമ്മദ് നബി അള്ളാഹുവിന് വേണ്ടി മുണ്ടേ. ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും. അല്ല, ആർക്ക് വേണ്ടിയിട്ടല്ല, ഇബ്ലീസിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഒരാള് ഒരു മിനിറ്റ്, ഒരു ചുറ്റിലുള്ള മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം പറയാനാണെങ്കിൽ. അല്ല, ചുറ്റിലുള്ള മനുഷ്യന്മാരെന്ന് പറഞ്ഞ പല ടൈപ്പല്ലേ. ആയിക്കോട്ടെ, അഭിപ്രായം തുറന്നു ഞമ്മക്കല്ല മുഹമ്മദ് നബിനെ കൊണ്ട് പറയാൻ. മുഹമ്മദ് നബിക്ക് അങ്ങനെ മുഹമ്മദ് നബിക്ക് ഇടയ്ക്കൊരു കിളി പറഞ്ഞു വരികയായിരുന്നു. അല്ല, മുഹമ്മദ് നബിയുടെ കിളി പറഞ്ഞിട്ടില്ല. ഇബ്ലീസിന്റെ കിളിയാണ് പറഞ്ഞു പോയില്ല മിക്കവാറും. ഇബ്ലീസ് എത്ര കാലം നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റും? ഇപ്പൊ വേണ്ട, ഇബ്ലീസ് നിങ്ങള് രണ്ടാം കൂടി. അല്ല, ഇബ്ലീസിന്റെ ഇബ്ലീസ് നിങ്ങളെ കൂടെ നിങ്ങളെ കൂടെ ഉള്ളത് എന്റെ കൂടെ അല്ല. അത് ആരെ സൃഷ്ടിയാ നിങ്ങളെ കഥ അനുസരിച്ചിട്ട്? അത് ഇബ്ലീസായി തീർന്നല്ലേ. അപ്പൊ നിങ്ങളാരെ സൃഷ്ടിയല്ല? അല്ല, ഒരു സെക്കൻഡ്. എന്റെ കഥയിൽ രണ്ടും വേണമെന്നേ. അള്ളാഹു ഉള്ള കഥയിനകത്ത് എന്ന് പറയാനോദിക്ക് സാഹിബേ ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കരുതല്ലേ. അതായത് എന്നെ സൃഷ്ടിച്ചതാവുന്നേ. എന്നെ സൃഷ്ടിച്ച മനുഷ്യനായി സൃഷ്ടിച്ചു, ഇപ്പോഴും മനുഷ്യനായിട്ട് നിലനിൽക്കുന്നു. ഞാൻ അധമനായി തീർന്നിട്ടില്ല. അധമനായി തീർന്ന മനുഷ്യരില്ലേ, ശരി, അവരെങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അല്ല, എനിക്ക് ഉറപ്പാണത്. വിചാരിക്കല്ലാതെ വിശ്വാസത്തിനനുസരിച്ചിട്ട്. വിശ്വാസം അല്ലല്ലോ, വിശ്വാസം വേറെ. വിശ്വാസങ്ങൾ അനുസരിച്ച് ഇബ്ലീസിനെ സൃഷ്ടിച്ചത് ആരാണ്? അല്ല, ഇബ്ലീസിനെ സൃഷ്ടിച്ചതല്ല. ഇബ്ലീസിനെ സൃഷ്ടിച്ചത് ജിന്നായി സൃഷ്ടിച്ച് ഇബ്ലീസായി തീരരുത്. എങ്ങനെ ഇബ്ലീസ്? ഉദ്ദേശം അത് സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ആരുടെ ഉദ്ദേശമായിരുന്നു? അല്ല, ഒരു സെക്കൻഡ്. ലിയാഖത്തിൽ ഇങ്ങനെ ആവണം എന്നുള്ള ആരുടെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം നിങ്ങൾ പറയും. നിങ്ങളെ വിശ്വാസം അനുസരിച്ച് അള്ളാന്റെ ഉദ്ദേശം. അല്ല, ഇപ്പൊ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തർക്കിക്കുമ്പോ നിങ്ങളെ വിശ്വാസത്തിനെ നിങ്ങൾ ഒഴിവാക്കി. അല്ല, ഞാൻ തർക്കിക്കല്ല, ഇസ്ലാമിന്റെ മഹാത്മ്യത്തെ പറയാം. അക്കീദ സെറ്റാക്കുക. അല്ല, അക്കീദ കഴിഞ്ഞിട്ടല്ലേ ബാക്കി. അക്കീദ തന്നെ. ഇപ്പൊ വേണ്ട, നീ അനുസരിച്ച്. അതായത് വിശ്വാസം അവിടെ നിൽക്കുക. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു സംഗതിയാണ്. പിന്നെ അത് ഇല്ലതാണ്. അല്ല, ഇപ്പൊ മഴ ഒരു സെക്കൻഡ് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളത് വിശ്വാസം അല്ല? ആണോ? അല്ല, അത് വ്യക്തമായ കാര്യമല്ല. വ്യക്തമായ കാര്യം ഒരുപോലെ ബോധ്യമുള്ളതാണ്. ഒരേപോലെ വ്യക്തം. അതേപോലെ എനിക്ക് മനുഷ്യനെ സൃഷ്ടിച്ചു എനിക്കും നിങ്ങൾക്ക് ഒരേപോലെ ബോധ്യമില്ല. അല്ല, എനിക്ക് ബോധ്യമാണ്. നിങ്ങൾക്ക് ബോധമില്ലാത്തവർക്ക് ഒരു സെക്കൻഡ്, ബോധമില്ലാത്തവർക്ക് ബോധ്യമല്ല. എനിക്ക് ബോധമുണ്ട്. അല്ല, കാര്യമുണ്ട്. എനിക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബോധ്യമോ നിങ്ങളുടെ വിശ്വാസമോ അത്രേ ഉള്ളൂ.
പക്ഷെ എന്റെ എനിക്കത് ബോധ്യത്തെ പറ്റിയാ ബാധകമല്ലാന്നാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തെ. എന്താ ഈ തർക്കിങ്? നിങ്ങൾ എന്തിനു വേണ്ടി തർക്കിക്കുന്നു? നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് തർക്കിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം. എന്നെ കൊണ്ട് പറയാൻ അനുവദിക്കാതെ തർക്കിച്ച് ഇങ്ങനെ തോൽപ്പിക്കല്ലേ? ഈമാൻ എന്ന് പറഞ്ഞ എന്താ? ഈമാൻ എന്ന് പറഞ്ഞ വിശ്വാസമാണ്. അത്രയും ഞാൻ പറഞ്ഞോളൂ. നിങ്ങളെ ഈമാൻ അനുസരിച്ച് എല്ലാ ചരാചരങ്ങളെയും പറയല്ലോ. നിങ്ങളെ ചോദ്യല്ലേ? നിങ്ങൾ വൃത്തികേട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം നിങ്ങളെ ഇബിലീസ് നിങ്ങളെ ഈമാൻ അനുസരിച്ചിട്ട് അപ്പൊ നിങ്ങളെ ഇബിലീസിന്റെ കൂടെ കാണുന്നത് അല്ല. ഒരു സെക്കൻഡ് അങ്ങോട്ട് ചോദിക്കാം. ഇബിലീസിന്റെ കൂടെ നിൽക്കാന്നുള്ളത് നിങ്ങളുടെ വിശ്വാസമാണോ? അത് നിങ്ങൾ അങ്ങനെ ഇല്ലാത്ത ആളെ കൂടെ എന്തിനാ നമ്മൾ നിൽക്കണേ? ഇല്ലാത്ത ഒരു സെക്കൻഡ് അല്ല വേണ്ടാന്ന്. അല്ലാന്ന് പറഞ്ഞ നിലവാരമില്ലാത്തവർക്ക് അല്ലല്ല അല്ലല്ല. അത് എനിക്ക് അങ്ങനെ അല്ലല്ലോ. ഇബിലീസ് നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങളുടെ കൂടെ അല്ലല്ല. നിങ്ങളെ വിശ്വാസല്ലേ? അല്ല വിശ്വാസം. ഒരു സെക്കൻഡ് വിശ്വാസം ഞാൻ കൂട്ടിയോ? നിനക്ക് വിശ്വാസം അല്ല? ഒരു സെക്കൻഡ് ഞാൻ സമ്മതിച്ചു. എന്റെ വിശ്വാസം എന്റെ കൂടെ ഇബിലീസ് ഉണ്ടെന്ന് വിശ്വാസം. നീ വിശ്വസിക്കണ്ട. ഓക്കെ. അല്ലാഹുവാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. അല്ല ഒരു സെക്കൻഡ് ഈ വിശ്വാസമല്ല ബോധ്യമാണ്. ബോധ്യം അനുസരിച്ച് ഇബിലീസിന്റെ സൃഷ്ടാവ് ആരാണ്? ഇബിലീസിന്റെ സൃഷ്ടാവല്ല. ഇത് ജിന്നിനെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, മലക്കിനെ സൃഷ്ടിച്ചു. ഇതാണ്. ഇത് വ്യക്തമായ കാര്യം. ഇനിയൊന്ന് പറയാനോദിക്കും. കാരണം നിങ്ങളെ വിശ്വാസം നിങ്ങളെ ബോധ്യമാണ്. ബോധ്യത്തിലെ പറയണമെന്ന് അതായത് ശ്രോതാക്കൾ ഉണ്ടാവുമല്ലോ പറയും കേൾക്കാന്. അതായത് മനുഷ്യനല്ല ആദ്യം സൃഷ്ടിച്ചത് എന്തിനാണെന്നോ? മലക്കിനെയാണ്. ആദ്യത്തെ ശേഷം മലക്കിന്, രണ്ടാമത്തെ ജിന്ന്, മൂന്നാമത്തെ മനുഷ്യൻ. അപ്പൊ ഈ ലിയാഖത്തിൽ എന്നത് പേരല്ലേ? അല്ലെ? ലിയാഖത്തിൽ ആരാ തന്നത്? നിനക്കാരാണ്? നീ എന്ന് ഉപയോഗിക്കുന്ന ഏകനാട്ടാ. നീയും ഞാനും ഏകനാ. ഞാൻ ഏകൻ, നീ ഏകൻ. നിനക്കാരാ തന്നത്? എന്റെ ഉമ്മപ്പെട്ട പേരാണ്. ഉമ്മിപ്പിൻ തന്ന പേരാണ് അല്ലെ? ആ പേരെന്താ കൊടുക്കായിരുന്നു? ഉമ്മാക്കും ബാക്കി തിരിച്ചു കൊടുക്കായിരുന്നു. അവരെടുത്തോട്ടെ. സൗകര്യമില്ലാണ്. കൊടുക്കില്ലേ പിന്നെ കൊടുക്കാൻ നിലനിൽപ്പില്ല. അല്ല പൊട്ടിച്ചിട്ടെങ്കിൽ നടക്കുന്നത്. പിന്നെ ഒട്ടിക്കണ്ട. ലിയാഖത്തിൽ എന്റെ പേര് അതാണെന്ന് എന്നോട് പറഞ്ഞതാണേ. പറഞ്ഞു. അതേപോലെ ഉണ്ടാക്കിയത് വിഷയത്തിലേക്ക് വരും. അല്ല വിഷയത്തിൽ അല്ല ഞാൻ ഇബിലീസിന്റെ അവിടേക്ക് എത്തണമെങ്കിൽ ലിയാഖത്തിൽ അറിയണ്ട. ആദ്യം ലിയാഖത്തിൽ പേരല്ലേ വേണം. ശരി. ലിയാഖത്തിൽ എന്നത് പേരാണ്. ശരി. ആ വ്യക്തി എന്നത് വ്യക്തി, ഈ ലിയാഖത്തിൽ എന്നൊരു വ്യക്തിയില്ലേ, അതിനുണ്ടാക്കിയതാരാ? നിങ്ങൾ പറയേ. അല്ല ഞാനാ പറയുന്നത് ലിയാഖത്തിലെ അല്ലാതെ ലിയാഖത്തിലെ പറ്റി ലിയാഖത്തിലേക്ക് ഒരു ബോധ്യം വേണം. എന്റെ നടക്കട്ടെ. അല്ല അത് നിൽക്കാൻ പിന്നെ എന്തിനാണ് ഇത് പറയണത്? അത് എന്റെ ബോധ്യമാണ് ഞാൻ പറയണത്. ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഇബിലീസ് എന്റെ കൂടെ ഉണ്ട്. ഇബിലീസ് എന്റെ കൂടെ ഉണ്ട്. ലിയാഖത്തിന്റെ കൂടെ ഉണ്ട്. അതെ, അതിലേക്കാണ് നമ്മൾ പറയണത്. അപ്പൊ എന്നെ സൃഷ്ടിച്ചത് നിങ്ങളെ ബോധ്യം അനുസരിച്ചിട്ട്, നിങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വർത്താനം അനുസരിച്ച്, നിങ്ങളെ ബോധ്യം അനുസരിച്ച് എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നിങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. മലക്കിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആകാശഗോളങ്ങളെ മൊത്തം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇബിലീസിനെ സൃഷ്ടിച്ചത് ആരാണ്? ഇബിലീസിനെ സൃഷ്ടിച്ച കാഫറിനെ സൃഷ്ടിച്ചാരാ? നിങ്ങൾ പറയൂ സുഹൃത്തുക്കളെ. കാഫറിനെ സൃഷ്ടിച്ചിട്ടില്ലോ? അള്ളാഹു. ഇനിയിപ്പോ ഇബിലീസ് എന്ന് പറയുന്നത് ജിന്നിൽ നിന്ന് ഒരാൾ പിഴച്ചപ്പോ അയാൾക്ക് കൊടുത്തൊരു വിശേഷണമാണ്. അതാണ് നിങ്ങളെ പോയിന്റ്. ശരി. അപ്പൊ ഇബിലീസ് കാഫിറായി തീരണം എന്നത് ആരുടെ തീരുമാനമായിരുന്നു? അത് അള്ളാഹുവിനെ അറിയാവുന്ന കാര്യം വ്യക്തമാണ്. പക്ഷെ തീരുമാനം ഇബിലീസിന്റെ. ഇബിലീസാവുന്നേ ഇബിലീസിന്റെ സ്വന്തം തീരുമാനമാണ്. അല്ല എന്നാ ഒരു കാര്യം ചെയ്യും, നീ എന്നോട് പറയും ഇബിലീസിനെ ആരാ സൃഷ്ടിച്ചത്? അള്ളാഹു. അത് എന്റെ തോന്നല. എന്നാ പറയും, നിങ്ങൾ പറയാം ആരാണ്?
അല്ല ഞാൻ പറഞ്ഞുതരാം. അതിന് ആദ്യം വേണ്ടത് തന്നെ തെറ്റ് അറിയേണ്ടത് താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ. അതൊക്കെ നിങ്ങളെ കഥ ഞാൻ എടുത്തു ഇപ്പൊ തൽക്കാലത്തേക്ക്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കണം. നിങ്ങളുടെ ബോധ്യത്തിലേക്ക് ഞാൻ ഇറങ്ങി നിൽക്കാണ്. എടുത്തു അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ ഞാനും നിങ്ങളും ഒരേ വിശ്വാസത്തിലാണ്. എന്താണ്? എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. എന്നെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നിങ്ങളുടെ ബോധ്യത്തിലേക്ക് ഞാൻ പറയാം. നിങ്ങളെ ബോധ്യത്തിലേക്ക് നിന്ന് തരികയാണ്. എന്തിനു വേണ്ടിട്ട് അറിയോ? നമുക്ക് രണ്ടാം കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കാം. ആരാണ് ഇബ്ലീസിനെ സൃഷ്ടിച്ചത്? ആരോട്? എന്നോട് ചോദിക്കണേ. അപ്പൊ ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് പോരെ. നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹല്ലേ? ആണ്. നമ്മളിപ്പോ ഈ സംസാരത്തിൽ ഓക്കെ അങ്ങനെ എങ്കിൽ അള്ള ആരാ? നിങ്ങളല്ലേ പറയണ്ടത്? അത് ഞാനാ പറയണ്ടത്. അള്ള സൃഷ്ടിച്ചെന്ന് പറയുമ്പോ എനിക്കറിയാം അള്ള ദൈവമാണ്. ആയിക്കോട്ടെ. അതിന് ആയിക്കോട്ടെ. ഇബ്ലീസ് പിശാചാണ്. ഈ അള്ളാന്റെ പിന്നിക്ക് ഇപ്പൊ നമ്മൾ തൽക്കാലം പോണില്ല. നമ്മൾ അള്ള അവിടെ ഉണ്ടായിക്കോട്ടെ. സൃഷ്ടിച്ചെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളെ തൗഹീദ് കയ്യിൽ നിന്ന് പോകും. അല്ല, അള്ളാഹുവിന് സൃഷ്ടാവാണ്. സൃഷ്ടാവിന് ആര് എന്തും പോയില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇബ്ലീസിനെ സൃഷ്ടിച്ചത് ആരാന്നാണ്. ഞാൻ നിങ്ങളെ ഈമാൻ തെറ്റിക്കാൻ നിൽക്കില്ല. ഞാൻ ചോദിച്ചത് നിങ്ങളെ കേൾക്ക്. പറയുന്ന ചോദ്യമല്ല നിന്റെ ഉത്തരല്ലോ. ഞാൻ നിങ്ങളെ ചോദ്യം നിങ്ങൾക്കൊരു ഉത്തരം എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ട് നിന്റെ കയ്യിൽ ചോദ്യമുള്ള ഉത്തരല്ലോ. ഞാൻ ഉത്തരാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണില്ല? ഒരു സെക്കൻഡ്. അത് നിന്റെ തോന്നലാണോ? അത് വിശ്വാസമല്ല, തോന്നല. അവിടെയാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. അത് ഞാൻ വിശദീകരിച്ചാൽ സൗകര്യം ശ്രോതാക്കളുണ്ടല്ലോ. നിന്റെ തോന്നൽ തകരാത്തോടത്തോളം കാലം നിനക്ക് ബോധം വരില്ല. പക്ഷെ ശ്രോതാക്കൾക്ക് ഇത് കാര്യം വ്യക്തമാവും. അത് വ്യക്തമാവാൻ നീ തടസ്സമാണ്. മിണ്ടാതിരിക്കും. ഒന്ന് സൈലന്റ് ആയിരിക്കും. കുറച്ച് ആൾക്കാർ കേൾക്കട്ടത്. അതുകൊണ്ടാണ്. അതായത് ആദ്യം തുടക്കം മൂന്നെന്താ? അത് കാരണം മറ്റൊരു ശല്യമാവും. ആദ്യമായി സൃഷ്ടിച്ചത് അള്ളാഹു മലക്കിനെ. ഈ ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പേ ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചത്തിൽ നിന്ന്, നൂറിൽ നിന്ന് മലക്കിനെ സൃഷ്ടിച്ചു. അതിനുശേഷം അഗ്നിയിൽ നിന്ന്, തീയിൽ നിന്ന് ജിന്നിനെ സൃഷ്ടിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഭൂമി ഒക്കെ സൃഷ്ടിക്കുന്നത്. എങ്കിലല്ലേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റുമോ? അങ്ങനെ ഭൂമിയെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം തീ ആദ്യം സൃഷ്ടിച്ചു. ആദ്യം വെളിച്ചം, പിന്നെ തീ, അതിനുശേഷം ഭൂഗോളം. അത് തീ തണുത്തിട്ടല്ലേ ഇതാവാൻ പറ്റുള്ളൂ. അങ്ങനെ ഭൂമിയെ സൃഷ്ടിച്ചു. അതിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് ആത്മാവും മനസ്സും കൂടി ചേർത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് മനുഷ്യനാവുള്ളൂ. ഇനി ആ മനുഷ്യൻ തിരിച്ച് സ്വർഗത്തിൽ തിരിച്ചു പോവും. ആദ്യം ഈ മനസ്സ് സ്വർഗത്തിലാണ്, ആത്മീയ തലത്തിൽ സ്വർഗത്തിലാണ്. ശരീരം നഫ്സ. എന്റെ നഫ്സ് ആ ജസദ് ഭൂമിയിൽ നിന്ന്. അതിന് മനസ്സും കൂടി വേണ്ടേ? ഒരു സെക്കൻഡ്. ഭൂമിയില് ഇത് എവിടുന്നാണ് സൃഷ്ടിച്ചത്? എവിടെ വെച്ചിട്ടാ? ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലാ. മണ്ണില്ല. അപ്പോ മണ്ണില്ല, മനസ്സുള്ളൂ. മനസ്സ് മാത്രമുള്ളൂ. അതല്ലോ. ഇനി ഒരു സെക്കൻഡ്. അപ്പൊ നരകത്തിൽ നിന്നാണോ? എന്താ ഈ അല്ല മണ്ണുണ്ടോ? മണ്ണ് കൊണ്ടുപോയിട്ടില്ല. അത് ആരാ അന്നതാരാ പറഞ്ഞ? അത് മേലിയാക്കന്മാര്, അവര് മൊല്ലാക്കന്മാർക്ക് വിവരമില്ലാണ്ട് പറഞ്ഞു. അത് വിശ്വസിച്ച് അതൊരു വിശ്വാസം അവിടെ കിടക്കട്ടെ. മനുഷ്യനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഭൂമിയിലേക്ക് വരണ്ടേ? മനുഷ്യന് അവിടെ എല്ലാവരും വരണ്ടേ? പിന്നെ ഭൂമിയിൽ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? എന്തിനാണ് ഭൂമിയിലേക്ക് വരുന്നത്? കർമ്മങ്ങൾ ചെയ്യാൻ, സൽക്കർമ്മം ചെയ്യാൻ. ദുഷ്കർമ്മം ചെയ്യാനില്ല. നീ ഇപ്പൊ ചെയ്യുന്ന അള്ളാഹുവിനെതിരല്ല. എന്തിന് സൽക്കർമ്മം ചെയ്യുന്ന നമ്മുടെ പ്രതിഫലത്തിന്? കാരണം സ്വർഗത്തിൽ തിരിച്ചു പോകണമെങ്കിൽ സൽപ്രവർത്തികൾ. എന്തിനാ പുറത്താക്കണം? എന്തിനാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയാൽ മനസ്സിലായില്ല. ഇബ്ലീസിന് വിജയപ്പെട്ടു. അപ്പൊ നമ്മൾ ആദ്യം ഇബ്ലീസ് ആരാന്ന് പറയേ? അതല്ലേ അത്
ഞാൻ ഇവിടെ മൂളി ഇരിക്കുന്നത് നിങ്ങൾ അതെ ഷെയ്ത്താനാണ് ഇബ്ലീസ്. എവിടുന്ന വന്നത്? ഷെയ്ത്താനായി തീർന്നു. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് പറയുന്ന ആ സ്വഭാവം എവിടുന്ന് വന്നു? അതും അതായത് നന്മ തിന്മ എന്ന രണ്ട് സംഭവമുണ്ട്. കർമ്മം ദുഷ്കർമ്മം. ഒരു സെക്കൻഡ് ഇത് രണ്ടും അള്ളാഹു ശ്രദ്ധിക്കുക. ഏത് കഴിഞ്ഞു കഥ. അള്ളാന്റെ കഥ കഴിഞ്ഞു. അള്ളാന്റെ കഥ കഴിച്ചോ? പക്ഷെ ഇബ്ലീസിന്റെ കഥ അല്ല സൃഷ്ടിക്കേ. അതെ, അതാണ് ദൈവം സൃഷ്ടിക്കേ. അതെ, തിന്മ സൃഷ്ടിക്കും ദൈവം. തിന്മ സൃഷ്ടിക്കുന്നവനല്ലേ ഏറ്റവും വലിയ പിശാച്. അത് എന്താ സംഭവിച്ചപ്പോ നീ പിശാചിന്റെ വാപ്പയാണ് ഇബ്ലീസ്. ഇബ്ലീസ് പിശാചിന്റെ വാപ്പയാണ്. അതെ, അല്ല ഒരു സെക്കൻഡ് ഒന്ന് കേൾക്കട്ടെ. ഒരു സെക്കൻഡ് ഇതൊന്ന് പറയട്ടെ. അതായത് സൂറത്ത് എന്താ പറയാ 18-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ വചനത്തിൽ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എന്റെ പിതാവ് ആരാണ്. എന്ത് ഇബ്ലീസിന്റെ വാപ്പാന്നാ പറഞ്ഞത്. 18-ാമത്തെ അധ്യായത്തിന് 50-ാമത്തെ വചനം. 18-ൽ 50 സൂറത്ത് കാഫില് 50 50-ാമത്തെ വചനം. അതില് പറഞ്ഞോളി. അല്ല, അതിലാണ് പറയണത് ഇബ്ലീസ് ഈ ശൈത്താന്മാരുടെ പിതാവാണ്. ഇബ്ലീസിന്റെ പിതാവ് ആരാന്ന് ഞാൻ ചോദിച്ചേ. ഇബ്ലീസിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ശൈത്താനീയത്തിന്റെ ഉത്ഭവം എവിടുന്നാണ്? ശൈത്താനീയത്തിന്റെ ഉത്ഭവം ഇതിന്റെ അതായത് മനുഷ്യന്റെ ഉത്ഭവം എവിടുന്നാണ്? നിങ്ങൾ പറയും. അതൊക്കെ നമ്മളും അതന്നെ പറയാൻ അനുവദിക്കുള്ളൂ. ആദമിന്റെ പിതാവാരാ? അല്ലാ. ആദമിന്റെ പിതാവ് പിന്നെ ആരാ? സൃഷ്ടാവല്ലേ? ആയിക്കോട്ടെ. അല്ല നിന്റെ പിതാവ്. നിങ്ങൾ പറയും. നിന്റെ പിതാവ് ആദമിന്റെ സൃഷ്ടാവ് അല്ല. അല്ല നിങ്ങൾ സമ്മതിക്കുന്ന സൃഷ്ടാവ് അല്ലാഹു. ആദമിന്റെ പിതാവാരാ? ആദമിന്റെ സൃഷ്ടാവ് അല്ലാഹു നിങ്ങളല്ലേ പറഞ്ഞപ്പോ? ആ സൃഷ്ടാവ് പിതാവല്ല. പിതാവ് രണ്ടും ഒന്ന് തന്നെ. ആദമിന്റെ കാര്യത്തിൽ രണ്ടും ഒന്ന് തന്നെ. വേറെ പിതാവില്ലല്ലോ. തന്തല്ലാത്തവനെന്ന് വിളിക്കും. അത് നിന്നല്ലേ വിളിക്കുള്ളൂ. നീ ആദമിന് പിതാവില്ല നിങ്ങൾ പറഞ്ഞ പിന്നെ ആദമിനെ തന്തല്ലാത്തവനെ ആൾക്കാർ വിളിച്ചു. ആദമിന് അള്ളാഹ് തന്തണ്ട അതാ പറഞ്ഞെന്ന്. കേസാണ് അത്. പോട്ടെ, നമ്മൾ അതിമക്ക് പോണ്ട. ആദമിന്റെ സൃഷ്ടാവ് അള്ളാഹു ആണ്. നിങ്ങളെ ഭാഷയിൽ നിങ്ങൾ പറയുന്നോടത്ത് പോരാണ് ഞാൻ. എന്തിനറിയോ? നിങ്ങൾ പറയുന്നോടത്ത് കൂടെ പോരാണ്. നിങ്ങളെ വിശ്വാസത്തിൽ കൂടെ പോരാണ്. എന്തിനറിയോ? എനിക്ക് ഇബ്ലീസിന്റെ പിന്നിലുള്ള ശക്തി ആരാന്ന് മനസ്സിലാവണം. അപ്പൊ ഇബ്ലീസിന്റെ സൃഷ്ടാവ് ആരാണ്? ഇബ്ലീസിനല്ല, ജിന്നിൽ. സൃഷ്ടാവ് പറഞ്ഞതന്നെ തെറ്റിക്ക. ആദ്യം എന്താ ഞാൻ പറഞ്ഞത്? മലക്കിന്റെ സൃഷ്ടാവ് ആരാ? എല്ലാരും സൃഷ്ടാവ് അള്ളയാണ് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. അതെ. പക്ഷെ മലക്കിൽ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. മലക്കില് കാഫറില്ല. ജിന്നിലാണ്. ഒരു സെക്കൻഡ്. ജിന്നിലാണ്. അത് ഉണ്ടാവില്ല. അവർക്ക് പറ്റൂല. വിജയത്വം തന്നെ അവർക്ക് പറ്റില്ല. അത് കാഫിർ ഉണ്ടായി വന്നത് എന്ന് മുതലാണ്? ജിന്നിൽ കാഫിറില്ല. അല്ല, ജിന്നിൽ കാഫിർ ഉണ്ടായി തുടങ്ങിയത്. ജിന്നുകളിൽ നിന്നുള്ള ആദ്യത്തെ കാഫിറാണ്. ജിന്നിൽ നിന്നുള്ള ആദ്യത്തെ കാഫിറാണ് ഇബ്ലീസ് അല്ലേ? ആ ഇബ്ലീസിനെ കാഫിറാക്കിയത് ആരാണ് എന്നാണ് ചോദ്യം. കാഫിറാവാനുള്ള കഴിവാണ്. ആരാ കൊടുത്തത്? അതല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഇബ്ലീസ് ഉണ്ടാവണമെന്ന് ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാഹ്ക്ക് ഒരു ഇബ്ലീസിനെ വേണമായിരുന്നു. അല്ല, നരകത്തിലേക്ക് സ്വർഗം നരകം ഉണ്ടല്ലോ. സ്വർഗം നരകം സൃഷ്ടിച്ചുള്ള അല്ലേ? അപ്പൊ നരകത്തിലേക്ക് നരകം ആദ്യം അതാ സൃഷ്ടിച്ച മനുഷ്യനാണോ നരകാണോ? ആദ്യം അല്ല. ഇത് എന്താ സംഭവിച്ചാല് ശരിക്കും ശ്രദ്ധിക്കും. സ്വർഗമാണ് ആദ്യം. നിങ്ങളും ശ്രദ്ധിക്കണം. ഞാൻ നല്ല ശ്രദ്ധിക്കണ്ടേ? അല്ല, ഈ ശ്രദ്ധിക്കലേ ആദ്യം സൃഷ്ടിച്ച സ്വർഗം തന്നെ. പിന്നെ സ്വർഗം, പിന്നെ തിരിച്ച് നരകത്തിലേക്ക്. അത് തന്നെ. അതായത് അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ തീ എന്ന് ഉദ്ദേശിക്കണ്ട. തീ
കുൽ യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അള്ള ഇബ്ലീസിനോട് പറഞ്ഞു, ഇബ്ലീസിനോടല്ല പറഞ്ഞു, ഇബ്ലീസിനോട് പറഞ്ഞു ഇബ്രാഹിമിന് തണുപ്പ് കൊടുക്കണം എന്ന്. അപ്പൊ തീക്ക് തണുപ്പുണ്ടാവും? ഇല്ല, നിങ്ങൾ പറയേ. നമ്മളെ പഠിച്ചോൻ എന്താ കയ്യൂലാത്തത്? അതിലൊന്നിപ്പോ അവിടേക്കൊന്നും നമ്മളിപ്പോ തർക്കിച്ചു പോണില്ല. ഇബ്ലീസിന്റെ പിതാവിനെ കിട്ടണം. ഇബ്ലീസിന്റെ തന്ത ആരാണ് നമുക്കറിയാം. ഇബ്ലീസിന് തന്തല്ല, ആദമിനും തന്തല്ല, അള്ളാഹും തന്തല്ല, മലക്കും തന്തല്ല. മൂന്ന് തന്തല്ലാത്തവരാണ് ഏടാകൂടങ്ങളുടെയും ഒരു മൂല കാരണം. ചെങ്ങായി അള്ളാഹുവിന് തന്തണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഉത്ഭവം, ഇതിന്റെ ഇത് എവിടുന്ന്, ഇതിന്റെ ഉറവിടം അവിടെ ചോദിക്കുന്നത്. അത് ഇവിടെ സ്ഥായിയായി ഞാൻ പറഞ്ഞത് ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ എന്നാണ്. അത് മറിയമിനെ ഓതിയത്. അതേപോലെ ഒരു സെക്കൻഡ്, മറിയമിലില്ല. എന്താ ഫർജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫർജ് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനം അല്ല. പിന്നെ അത് നിനക്ക് വിടവ് എന്നാണ് അർത്ഥം. വിടവ് എന്നർത്ഥം. ഒരു സെക്കൻഡ്, ശരീരത്തില് പ്രത്യേകം പേരുണ്ട്. പിന്നെ ഈ നമ്മൾ വേറെ പേരിലൊന്നും ഞാൻ പറഞ്ഞത് ഇയാക്കത്തിലൂടെ ശരീരം വന്നത് എവിടുന്നാണ്? വിടവൻ നിങ്ങളൊരു സ്ഥലം അവിടെ തന്നെ ഞാൻ പറഞ്ഞത്. അതിലേക്ക് അതെ, അതേനെ അല്ലാണ്ട് ഇബ്ലീസല്ല ഊതി. അല്ല, എനിക്ക് ആത്മാവ് അള്ളാഹ് ഊതിയാണ്. ജിബിരിയിലല്ല, ജിബിരിയിലൊന്നല്ല. അല്ലെ, ജിബിരിയിലൊന്നല്ല പറയുന്നത്. അപ്പൊ എനിക്ക് ആത്മാവ് നൽകിയ ജിബിരിയിലല്ല, അള്ളാഹു ഊതിയിട്ട്. അള്ളാഹുവിനെ ഊതിയിട്ട് അങ്ങനെ തന്നെ. ഒരു സെക്കൻഡ്, ആദമിന്റെ വാപ്പ നിനക്ക് ബോധമല്ലാണ്ട് പറയുന്നതാണ്. നിന്നെ പഠിപ്പിച്ചാണ്, നിന്നെ പഠിപ്പിച്ചിട്ട് വാപ്പാന്ന് പറഞ്ഞാൽ എന്റെ വാപ്പാരാ. എന്റെ വാപ്പ അതാണോ എന്റെ പിറവിക്ക് കാരണമായവനാരോ അവനാണ് എന്റെ വാപ്പ അല്ലേ? ഓക്കെ, അത് എങ്ങനെ ഉണ്ടായിരുന്നു? എടോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ആദമിന്റെ വാപ്പ ആരാ? നിന്റെ ആദമിന് വാപ്പ. അങ്ങനെ നമ്മൾ പോയി നമ്മൾ ആദം നബിയുടെ അടുത്ത് എത്തി. എന്റെ വാപ്പ വാപ്പാന്റെ വാപ്പ അതല്ലേ? ആദം നബിയിലെത്തി. ഇപ്പൊ എന്റെ വാപ്പ വാപ്പാന്റെ വാപ്പ വാപ്പാന്റെ വാപ്പ അങ്ങനെ പോയി ആദം നബിയിലെത്തി. ആദം നബി എങ്ങനെ ഉണ്ടായി? ആദം നബിയെ സൃഷ്ടിച്ചതാണ്. എന്താ പൊട്ടത്തര വിളിച്ചു പറയാം? അല്ലാഹുവല്ലേ? ഒന്നുകിൽ അല്ലാഹുവല്ലേ? സൃഷ്ടാവല്ലേ? ആയിക്കോട്ടെ, പിതാവല്ലല്ലോ. അപ്പൊ ഇതേപോലെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കണതേ. ഈ ആദമിന്റെ കഥ നിങ്ങൾക്ക് നല്ല നിങ്ങൾ ഇബ്ലീസിനെ കുറിച്ച് ചോദിക്കുമ്പോ മുണ്ടണില്ല. അതാണ് പ്രശ്നം. അല്ല, ഇബ്ലീസിന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിന്റെ കൂടെ ഇബ്ലീസിന് ഇന്റെ കൂടെ നിങ്ങളല്ലേ പറയണ, നിങ്ങൾ പറയാ ഈ ഇബ്ലീസ്. ഞാൻ ചോദിച്ചത് ജിന്നിൽ നിന്ന് ആദ്യത്തെ ഇബ്ലീസ് ഉത്ഭവിച്ചു, അല്ലെങ്കിൽ ജിന്നിൽ നിന്ന് ആദ്യത്തെ ഇബ്ലീസ് മാറി, ഇബ്ലീസ് ഈ ആയിത്തീരൽ ആരുടെ തീരുമാനമാണ്? അത് അള്ളാഹുവിന്റെ തീരുമാനമല്ല, അത് അള്ളാഹുവിനെ അറിയാം. ഞാൻ ചോദിക്കണത് അറിവല്ല, തീരുമാനം ആരുടേതാണ്? തീരുമാനം ഈ നരകം സ്വർഗം ഉണ്ടാക്കേണ്ട തീരുമാനം ആരാണ്? നിങ്ങൾ പറയും. അറിയാം, അള്ളാഹുവിന്റെ തീരുമാനം, ഇബ്ലീസിന്റെ തീരുമാനമല്ല. അല്ല, അള്ളാഹുവിന്റെ നരകം സൃഷ്ടിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമല്ലേ? അതെ, അത് ഇബ്ലീസ് നരകത്തിൽ നരകം സൃഷ്ടിച്ചത് ഇബ്ലീസിനുണ്ടാണ്, ഇബ്ലീസിന്റെ കൂട്ടാളികളൊക്കെ ഇടാൻ. അപ്പൊ ഇബ്ലീസ് ഉണ്ടായത് എങ്ങനെ? ഇബ്ലീസിനെ സൃഷ്ടിച്ചതാണ്. എന്നിട്ട് ഇബ്ലീസ് നരകത്തിലേക്കായി തീരും. എങ്ങനെ ആയി തീർന്നു? അത് ഇബ്ലീസിന്റെ സ്വഭാവം. ആരുടെ ഉദ്ദേശം, ആരുടെ തീരുമാനം? പറയ്. ആരുടെ ഉദ്ദേശം, ആരുടെ തീരുമാനം? കേൾക്കണില്ലേ? അത് പെട്ടെന്ന് കേൾക്കാണ്ടായോ? ഹലോ 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 ഹലോ